സമരത്തിൽ നിന്ന് പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടും? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എനിക്കറിയില്ല അത് ഏത് പ്രൊവിഷൻ വഴിയാണ് അത് വരുന്നതെന്ന് എനിക്കറിയില്ല. അത് നോക്കാം, അത് പരിശോധിച്ചിട്ട് അല്ലല്ല, അത് അങ്ങനെയൊന്നും എത്തിക്സ് കമ്മിറ്റി ഒന്നും അല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ശ്രദ്ധയിൽ ആരെങ്കിലും പെടുത്തിയാൽ നമുക്കത് പരിശോധിക്കാം. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. പാർട്ടി എല്ലാ കാര്യത്തിലും ഇത് സംബന്ധിച്ച് പാർട്ടിയാണ് ഒരുമിച്ച് തീരുമാനമെടുത്ത് ഇനി പാർട്ടി ആലോചിക്കും അങ്ങനത്തെ ഒരു ഘട്ടം വന്നാൽ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകളാണ് ഇത്. വി ഡി സതീശന്റെ മാത്രം വാക്കായി ചുരുക്കണ്ട. കോൺഗ്രസിലെ എല്ലാ നേതാക്കളും ഇത് തന്നെയാണ് പറയാറ്. വി ഡി സതീശൻ സംസാരിച്ചിരിക്കുന്നതിന് ഇടയിൽ തൊട്ടടുത്തുള്ള എൻ ശക്തനെ നോക്കുന്നുണ്ട്. എൻ ശക്തൻ അതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇതിനു മുമ്പ് പലതവണ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന രൂപത്തിൽ സംസാരിക്കുക മാത്രമല്ല അത് ഓൺ ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതി വന്ന സമയത്ത് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയാണ്, ഇതിന് പിറകിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പരസ്യമായി പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. KPCC പ്രസിഡന്റ് മാത്രമാണോ? കോൺഗ്രസ് നേതാക്കൾ പലരും അതേ വാചകം ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അത് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ്. 3ാമത്തെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുന്നത്. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടുന്നില്ല? രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിക്കാമല്ലോ കോൺഗ്രസിന്. കോൺഗ്രസ് നേതൃത്വത്തിന് ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയിക്കാമല്ലോ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായും അത്തരമൊരു അഭ്യർത്ഥന അല്ലെങ്കിൽ രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസിന് മുന്നോട്ട് വെക്കാം, പരസ്യമായി പറയാം. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ രേഖാമൂലം അറിയിക്കുന്നതിന് തടസ്സമുണ്ട് എങ്കിൽ പരസ്യമായി പറയാലോ. യോഗം ചേർന്ന് ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട്, രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമോ ഇല്ലയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. യാതൊരു സംശയമില്ല. കോൺഗ്രസിന്റെ നിർദ്ദേശം തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ. പക്ഷെ എന്തുകൊണ്ടാണ് രാജിവെക്കണം എന്ന് പറയാത്തത് കോൺഗ്രസ്? അത് കോൺഗ്രസിന് പറയാമല്ലോ, പരസ്യമായി അത്തരമൊരു പ്രസ്താവന നടത്താമല്ലോ. അതുപോലും ചെയ്യുന്നില്ല എന്നോർക്കണം. അതിനുശേഷം നിയമസഭ നടപടിയെടുക്കാൻ പോകുന്നു എന്ന വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അതിനെ എതിർക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത്. ആ വാചകം ഒന്നുകൂടി കേൾക്കാം. എത്തിക്സ് കമ്മിറ്റി ഒന്നുമല്ലല്ലോ ഒരാളെ നിയമസഭാംഗത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ്. ഞാൻ ആരായാലും ഏത് പ്രൊവിഷൻ ഉപയോഗിച്ചാണ് നമ്മളത് പരിശോധിക്കാതെ പറയാൻ പറ്റുമോ? ഒരാളെ നിയമസഭാംഗമായി ജയിച്ച ഒരാളെ പുറത്താക്കണമെങ്കിൽ ഇപ്പോ ആന്റണി രാജുവിന്റെ മെമ്പർഷിപ്പ് പോയി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പോയതാണ്. മെമ്പർഷിപ്പ് 2 കൊല്ലത്തിന് മീതെ അല്ലെ ശിക്ഷ കിട്ടിയപ്പോ പോയതാണ്. അല്ലാതെ ഒരാളുടെ മെമ്പർഷിപ്പ് കളയാനുള്ള പ്രൊവിഷൻ ഏതെങ്കിലും ഉണ്ടാന്ന് ഞാൻ ഇതുവരെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. ഞാൻ പരിശോധിച്ച ഇടത്തൊന്നും അത്തരമൊരു കാര്യം കണ്ടിട്ടില്ല. നിയമസഭയിൽ ഏറെ കാലമായല്ലോ വി ഡി സതീശൻ. അദ്ദേഹത്തിന് അറിയാത്ത നിയമങ്ങൾ ഉണ്ടാകില്ല, ശരി തന്നെയാണ്. എന്നിരുന്നാലും ഒരു പൊതു അഭിപ്രായ രൂപീകരണം അതിലുണ്ടായിക്കൂടെ? ഇത്രമാത്രം ഒരു സൈക്കോ ക്രിമിനലിനെ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം ഉയരുകയും അത് എത്തിക്സ് കമ്മിറ്റി എങ്കിൽ എത്തിക്സ് കമ്മിറ്റി, നിയമസഭയെങ്കിൽ നിയമസഭ ചർച്ച ചെയ്യാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താമല്ലോ. അതിനെ പോലും തടയുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നോർക്കണം. എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് വല്ലാതെ ഭയമുണ്ട്. വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഭയമുണ്ട്. എന്തെങ്കിലും ഒരു നടപടി രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ എടുത്താൽ
ചിലപ്പോൾ പലതും പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. പല കോൺഗ്രസ് നേതാക്കളുടെയും സ്ഥിതി നാറും എന്ന് അറിയാവുന്നവരാണ് കോൺഗ്രസ് നേതാക്കൾ. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൈവിട്ട് ന്യായീകരിക്കാനും സംരക്ഷിക്കാനും തയ്യാറാകുന്നത് കോൺഗ്രസ് നേതൃത്വം എന്ന് കരുതേണ്ടി വരും. കാരണം കോൺഗ്രസ് നേതാക്കളുടെ ഈ പ്രതികരണം കണ്ടാൽ. അല്ലെങ്കിൽ പൊതുവായ ഒരു നിലപാട് കോൺഗ്രസ് എടുക്കുകയും രാജിവെക്കണം എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യാൻ കോൺഗ്രസിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും കേരളം നാളെ കോൺഗ്രസ് നേതാക്കളോട് ചോദിച്ചുകൊണ്ടേയിരിക്കും.